പ്രവീൺ നെട്ടാരു വധക്കേസിലെ കൂടുതൽ പ്രതികൾ കേരളത്തിൽ ഒളിവിലെന്ന സൂചന. സംസ്ഥാന വ്യാപക പരിശോധനകളുമായി NIA പ്രതികൾക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കിയത് PFI കേന്ദ്രങ്ങളിലെന്നാണ് വിവരം. കേസിലെ 2 പ്രതികൾ ഒരു മാസത്തിനിടെ കൊച്ചിയിൽ പിടിയിലായിരുന്നു. മുഖ്യപ്രതി ഉമ്മർ ഫാറൂഖാണ് ഒടുവിൽ പിടിയിലായത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, അതായത് ഈ ഉമ്മർ ഫാറൂഖിനെ പിടികൂടിയത് കൊച്ചിയിൽ നിന്നാണ്. ഒപ്പം തന്നെ ഒരു ഷവർമ കടയിൽ ജീവനക്കാരനായി പ്രവർത്തിക്കുകയായിരുന്നു ഇയാൾ. ഇതിന് പിന്നാലെ കൂടുതൽ പ്രതികൾ കൊച്ചിയിലുണ്ട് എന്ന സൂചനകൾ. അത് എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? PFI കേസുകളിലെ പ്രതികൾക്ക് വലിയ തോതിൽ തന്നെ കേരളത്തിൽ സംരക്ഷണം ലഭിച്ചിരുന്നു. നേരത്തെ തന്നെ ഏറ്റവും ഒടുവിൽ പ്രവീൺ നെട്ടാരു വധക്കേസുമായി ബന്ധപ്പെട്ട് 2 പ്രതികളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പിടിയിലായത്. ഉമർ ഫാറൂഖ് ഏറ്റവും ഒടുവിൽ പിടിയിലായ ആൾക്കും കൃത്യമായ സംരക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. കാരണം മുമ്പ് പിടിയിലായ ആൾ കൊച്ചിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഹോട്ടൽ ജീവനക്കാരനായടക്കം ജോലി ചെയ്യുകയായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടാണ് ഈ പ്രതികളെ പലരും, അതായത് അന്ന് ഒളിവിൽ പോയിരുന്ന പ്രവീൺ നെട്ടൂരിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഒളിവിൽ പോയ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളും ഒപ്പം തന്നെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായ ആളുകളും എല്ലാം തന്നെ പല ഭാഗങ്ങളിലായി ഒളിവിൽ പോയിരുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാട്ടിലുമായിരുന്നു എന്ന് വ്യക്തമായി തുറന്ന് ലഭിച്ച ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തിയതും 2 പേർ പിടിയിലാകുന്നതും. എന്നാൽ അന്വേഷണ സംഘങ്ങൾ നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ ഈ കേസുമായി ഇനിയും പിടികൂടാനുള്ള ഗൂഢാലോചനയിലടക്കം പങ്കാളികളായ പ്രതികളെ സഹായിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ഒളിവിൽ കഴിയുന്നു എന്നത് തന്നെയാണ്. ഇതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള പരിശോധനകൾ, റെയ്ഡുകൾ, വ്യാപക പരിശോധനകളിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്, ദേശീയ അന്വേഷണ ഏജൻസി ഉള്ളത്. ചില വിവരങ്ങളുടെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പല കേന്ദ്രങ്ങളിലും തങ്ങിക്കൊണ്ട് അന്വേഷണ സംഘം പുരോഗമിക്കുകയാണ്. ഇവിടെയുള്ള PFI കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ആളുകൾക്ക്, പ്രവീൺ നെട്ടാരു വധക്കേസിലെ ആസൂത്രകർക്കും ഗൂഢാലോചകർക്കും കൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾക്കും എല്ലാം തന്നെ ഇത്തരത്തിൽ സംരക്ഷണം ലഭിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമർ ഫാറൂഖിനെ അടക്കം ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകളിലേക്ക് കൂടി നീളുന്ന വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി ജിജീഷ്, എന്തായാലും ഇപ്പോൾ ഈ പ്രവീൺ നെട്ടാരു വധക്കേസ് പ്രതികൾ കൂടുതൽ പേർ കൊച്ചിയിലുണ്ട്, അത്തരത്തിൽ ഒളിവിൽ കഴിയുന്നുണ്ട്. അവർക്ക് PFI കേന്ദ്രങ്ങളുടെ സഹായം ലഭിക്കുന്നുണ്ട് എന്ന സംശയം ബലപ്പെടുന്നു. നേരത്തെ ഈ ഉമ്മർ ഫാറൂഖ് എന്ന പ്രതിയെ പിടികൂടുന്നത് കൊച്ചിയിൽ നിന്നായിരുന്നു. NIA അന്വേഷണം വളരെ ഊർജിതമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ജിജീഷ് റിപ്പോർട്ട് ചെയ്തത്.